നിലവിൽ വരുന്ന വിവരം കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ 7 സ്ഥലങ്ങളിലാണ് പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലേക്ക് ഈ നികുതി വെട്ടിപ്പിലൂടെ കൊണ്ടുവന്നത് 20 വാഹനങ്ങളാണ്. അതിൽ 4 വാഹനങ്ങളോ കൊച്ചിയിലേക്കും എറണാകുളം 3 എറണാകുളത്തേക്കും 1 കോട്ടയം ജില്ലയിലേക്കും കൊണ്ടുപോയിട്ടുണ്ട്. ബാക്കി വാഹനങ്ങളുടെ മുഴുവൻ വിൽപ്പനയും നടന്നിരിക്കുന്നത് വടക്കൻ കേരളത്തിലാണ്. കണ്ണൂര്, കോഴിക്കോട് ജില്ലകളിലാണ് ഈ വാഹനങ്ങൾ നിലവിലുള്ളത് എന്നുള്ളതും കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കോഴിക്കോട് കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ഒരു വ്യവസായിയുടെ വീട്ടിലും ഇത്തരത്തിൽ ഒരു റേഞ്ച് റോവർ വാഹനം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. നേരത്തെ അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ പൃഥ്വിരാജിന്റെ തിരുവനന്തപുരത്തുള്ള വീട്ടിൽ എത്തിയിരുന്നു. അവിടെ വാഹനങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംഘം അവിടെ എത്തിയത്. പക്ഷേ അവിടെ വാഹനങ്ങളൊന്നും കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്ന് അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിച്ച ശേഷം അവിടെ നിന്ന് മടങ്ങുകയായിരുന്നു. പൃഥ്വിരാജിന്റെ കുടുംബ വീടാണ് തിരുവനന്തപുരത്തുള്ളത്. നിലവിൽ സംസ്ഥാനത്ത് 18 ഇടങ്ങളിലാണ് പരിശോധനകൾ നടത്തുന്നത്. ചിലയിടങ്ങളിലെ പരിശോധനകൾ അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 30 ഇടങ്ങളിലായിരുന്നു തുടക്കത്തിൽ പരിശോധനകൾ നടന്നിരുന്നത്. നിലവിൽ ഇപ്പോൾ കൂടുതൽ വാഹനങ്ങളുള്ളത് വടക്കൻ കേരളത്തിലാണ്. വിൽപ്പന നടന്നിരിക്കുന്നത് കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലുള്ള ആളുകൾക്കാണ് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ 3 സ്ഥലങ്ങളിലും പരിശോധനകൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അത് 3 സിനിമാ നടന്മാരുടെ വീടുകളിലാണ് ആ പരിശോധനകൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി അറിയേണ്ടത് ഈ പരിശോധനയ്ക്ക് ശേഷം ഇവർക്ക് നോട്ടീസ് നൽകി നികുതി വെട്ടിപ്പിന് ഇരട്ടി പിഴയും അതിൻ്റെ ബാക്കി സംഖ്യയും നികുതിയായി അടയ്ക്കാൻ ആവശ്യപ്പെടുമോ അതോ വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കുമോ എന്നുള്ള വിവരമാണ് അറിയാനുള്ളത്. ഏതായാലും അതിൻ്റെ അവസാനഘട്ട പരിശോധനകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 2 സ്ഥലങ്ങളിലും നടന്മാരുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം നിലവിൽ ഇവരുമായി സംസാരിച്ചിട്ടുണ്ട്. ഫോണിൽ വിളിച്ച 2 നടന്മാരോടും അന്വേഷണ സംഘം സംസാരിച്ചിട്ടുണ്ട്. കൊച്ചി പ്രിവെന്റീവ് കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണറാണ് 2 നടന്മാരോടും നേരിട്ട് വിവരങ്ങൾ ശേഖരിച്ചത്. തങ്ങൾക്ക് നേരിട്ടല്ല, ഇടനിലക്കാർ വഴി തങ്ങളുടെ കയ്യിലെത്തിയ വാഹനങ്ങളാണ് ഇതെന്ന വിവരമാണ് നടന്മാർ പ്രാഥമികമായി കസ്റ്റംസിന് കൈമാറുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും നോട്ടീസ് നൽകി കൂടുതൽ വിശദീകരണം തേടാൻ തന്നെയാണ് കസ്റ്റംസ് ഇപ്പോൾ പ്രാഥമിക ഘട്ടത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്.